ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഈ ഒരു അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് അപ്പത്തിനുള്ള മാവ് റെഡിയാക്കാം. അതിനായിട്ടൊരു ജാറിലോട്ട് ഒരു ഗ്ലാസ് ചോറ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വെള്ളക്കുറവ് അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലോട്ട് 2 ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഈ അപ്പത്തിന് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ കുതിർത്ത കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരികളൊന്നും ഉണ്ടാവരുതേ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് വെള്ളവും ജാറ് കഴുകിയിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, കൂടി പോകരുതേ. ഇനി നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഓവർ ടൈറ്റും ആവരുത്, ഓവർ ലൂസും ആവരുത്. ഞാനിപ്പോൾ നൈറ്റിലാണ് ഈ ഒരു മാവ് റെഡിയാക്കി വെക്കുന്നത്. ഇതിന് ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. നിങ്ങൾ പകലാണ് മാവ് റെഡിയാക്കി വെക്കുന്നതെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ വെച്ചാൽ മതിയാവും. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് മാവ് തുറന്ന് നോക്കാം. നോക്കിയാൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ. ഇപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒരു 8 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഓവറായിട്ട് ഇളക്കിയിട്ട് ഇതിലുള്ള ബബിൾസ് ഒന്നും പൊട്ടിച്ച് കളയരുതേ. ഇപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ട് മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് പരത്തണ്ട, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹോൾസ് വരാൻ തുടങ്ങും. അപ്പോൾ ഒരുപാട് ഹോൾസ് വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് അപ്പം എന്തായെന്ന് തുറന്ന് നോക്കാം. നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അപ്പം റെഡിയാക്കാൻ ഒരു 2 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഇനി നമുക്കിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതാ നമ്മുടെ പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി. നോക്കി എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെഡി ആയിട്ടുള്ളതെന്ന് അറിയോ. കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നില്ലേ എന്തോരം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ അപ്പവും ഉണ്ടാക്കിയെടുക്കാം. എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അല്ലേ. നല്ല പൂവ് പോലെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു അപ്പം എത്ര കഴിച്ചാലും മതി വരില്ല കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി അപ്പമാണിത്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഇത്. ഇത് ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്, കഴിക്കാനും അതിലേറെ സൂപ്പറാണ്. ഒരു അപ്പം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മാവിൻ്റെ കൺസിസ്റ്റൻസി തന്നെയാണ്. അത് പെർഫെക്റ്റ് ആണെങ്കിൽ അപ്പവും നല്ല പെർഫെക്റ്റ് ആയിരിക്കും. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തവ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചുട്ടെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.